ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. അല്ലു അർജുൻ നായകനായി എത്തിയ പുഷ്പ 2 ഞായറാഴ്ച തീ പിടിപ്പിക്കുകയാണ് തിയേറ്ററുകളിൽ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അല്ലു അർജുൻ ഫാൻസ് ഇടിച്ച് കയറി വാ. എടുത്തു പറയാനുള്ളത് ഹിന്ദി ബെൽറ്റിലെ ഇന്നലത്തെ കളക്ഷൻ ഒന്ന് വന്നിട്ടുണ്ട്. അതായത് 74 കോടിയാണ് ഇന്നലെ വന്നിരിക്കുന്ന കളക്ഷൻ. ഒഫീഷ്യലായി പുറത്തു വിട്ടിരിക്കുകയാണ്. ഹിന്ദിയിൽ നിന്ന് മാത്രമായിട്ട് 3 ദിനം കൊണ്ട് 205 കോടി. ഹിന്ദി സിനിമകൾ മാക്സിമം നേടുന്ന കളക്ഷൻ പോലെ തന്നെയാണ് നമുക്കിവിടെ ഇതിൻ്റെ 3 ദിവസത്തെ കളക്ഷൻ കാണാൻ കഴിയുന്നത്. ഹിന്ദിയിൽ ഇനിയും മുന്നിൽ നിൽക്കുന്ന 3-4 ചിത്രങ്ങൾ മാത്രമാണ് 1000 കോടി കളക്ട് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഹിന്ദി മേഖലയിൽ നോക്കുമ്പോൾ ഇത്രയും കളക്ഷൻ അതിൻ്റെ ഫൈനൽ റണ്ണിൽ മാത്രമായിരിക്കാം വന്നിരിക്കുന്നത്. അവിടം കൊണ്ട് തീരുന്നില്ല. ആദ്യ ദിനം 72 കോടിയാണെങ്കിൽ രണ്ടാം ദിവസം 59 കോടി, മൂന്നാം ദിവസം 74 കോടി. സർവകാല റെക്കോർഡ് തീർത്തിരിക്കുന്നു പുഷ്പ. അവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു തരംഗമാണ്. ആദ്യമായിട്ടാണ് ഒരു തമിഴിനും പുറത്തുള്ള ഒരു ചിത്രം തമിഴ്നാട്ടിൽ വന്ന് അമ്മാതിരി ഒരു കളക്ഷൻ തൂക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ആദ്യ ദിനം 10 കോടിക്ക് മുകളിലാണ് തമിഴ്നാട്ടിൽ നിന്ന് കളക്ഷൻ വന്നതെങ്കിൽ രണ്ടാം ദിവസം നേരിയ ഒരു ഇടിവ് നമുക്ക് കാണാൻ കഴിഞ്ഞു. ആദ്യ ദിനം ലഭിച്ചത് 11.25 കോടിയായിരുന്നു. രണ്ടാം ദിവസം 10.75 കോടിയും മൂന്നാം ദിവസം 12.10 കോടിയുമാണ്. അതായത് 3 ദിവസം കൊണ്ട് 30 കോടിക്ക് മുകളിലാണ് അല്ലു അർജുൻ്റെ ഈ ഒരു സിനിമ നേടിയിരിക്കുന്നത്. ഫസ്റ്റ് നോൺ തമിഴ് ആക്ടർ ടു സ്കോർ എ ഡബിൾ ഡിജിറ്റ് ഗ്രോസ് ഇൻ തമിഴ്നാട് ഫോർ 3 കൺസിക്യൂട്ടീവ് ഡേയ്സ് ആണ്. ഇന്നത്തെ ദിവസവും ഒരു 15 കോടിക്ക് മുകളിലായിരിക്കും. അതിന് യാതൊരു സംശയമില്ല. ഒരു 20-ൽ ടച്ച് ചെയ്താൽ വലിയ അത്ഭുതം പെടാനുമില്ല എന്നുള്ളതാണ്. ഇനിയും കുറച്ച് നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഇൻ്റർനാഷണൽ ലെവലിൽ പറയുകയാണെങ്കിൽ നമുക്ക് ന്യൂസിലാൻഡിലെ 4 ദിവസത്തെ കളക്ഷൻ എന്തായാലും ഡോളേഴ്സിലാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്ക് പറ്റിയിട്ടില്ല. എന്തായാലും ഓൾ ടൈം റെക്കോർഡ് ഇൻ ന്യൂസിലാൻഡ് തന്നെയാണ് പറയുന്നത്. ആദ്യ ദിനം ന്യൂസിലാൻഡ് ഡോളർ $93,000 വന്നതെങ്കിൽ, അതായത് $93,000 വന്നതെങ്കിൽ രണ്ടാം ദിവസം $97,000. ബാക്കി മിക്ക സ്ഥലത്തും കുറഞ്ഞു വരുമ്പോൾ അവിടെ കൂടുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് കാണുന്നത്. മൂന്നാം ദിവസം $114,000 സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. നാലാം ദിവസം ഇത് അവിടുത്തെ രാവിലത്തെ, അതായത് നമ്മുടേതിനേക്കാളും ഒരു 4 മണിക്കൂർ മുന്നുള്ള ആ ഒരു രീതിയിലാണ് അവിടുത്തെ ഡിഫറൻസ് എന്ന് തോന്നുന്നു. അവിടെ 61K ആണ് ഇതുവരെയുള്ള ബുക്കിംഗ് കണ്ടിരിക്കുന്നത്. ഇന്ന് ഈവനിങ് ആകുമ്പോഴത്തേക്ക് 150-ന് മുകളിലെത്തും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹെഡിങ് ടുവേഴ്സ് 1 മില്യൺ എന്നാണ് വന്നിരിക്കുന്നത്. ഏകദേശം 400Kക്ക് അടുത്താണ് ഇതുവരെ ഗ്രോസ് വന്നിരിക്കുന്നത്. ഓസ്ട്രേലിയൻ കളക്ഷനിലേക്ക് നോക്കാം നമുക്കിനി. അവിടെ സർവകാല റെക്കോർഡ് എന്ന് തന്നെയാണ് പറയുന്നത്. ഡേ 1 $653K ഓസ്ട്രേലിയൻ ഡോളറാണ് നേടിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് $489K രണ്ടാം ദിനമെങ്കിൽ അവിടെ ഒരു ഇടിവ് നമുക്ക് കാണാൻ കഴിയും. സ്വാഭാവികമായിട്ടുള്ളതാണ്. മൂന്നാം ദിവസം 617K ആണ് അവിടെ കണ്ടിരിക്കുന്നത്. ഇതുവരെ നാലാം ദിവസത്തെ അഡ്വാൻസ് ബുക്കിങ്ങും കാര്യങ്ങളുമെല്ലാം വെച്ചിട്ട് 358K ആണ്. അതായത് ടോട്ടൽ ഗ്രോസ് 2.18 മില്യൺ ഡോളറാണ് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ഒഫീഷ്യലായിട്ട് അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ ഇതിൻ്റെ പുഷ്പ 2-ൻ്റെ ടീം തന്നെ പുറത്തു വിട്ടിരിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 205 കോടി 3 ദിവസം കൊണ്ട് ഹിന്ദിയിൽ നിന്ന് മാത്രമായിട്ട് വന്ന. ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഇന്നത്തെ, അതായത് ശനിയാഴ്ചത്തെ ഒഫീഷ്യൽ കളക്ഷൻ പുറത്തു വരും. അതായത് അവർ തന്നെ മറ്റൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്, ഫാസ്റ്റസ്റ്റ് 500 CR എത്തിയേക്കുന്ന മൂവി എന്നുള്ളത്. അതായത് ഇന്നലത്തെ കളക്ഷനോടുകൂടി സിനിമ 2 ദിവസത്തെ കളക്ഷനായിട്ട് മാത്രം 449 കോടി വന്ന സിനിമ ഇന്നത്തെ കളക്ഷൻ, അതായത് ശനിയാഴ്ചത്തെ കളക്ഷൻ കൊണ്ട് ഏകദേശം 650 കോടിക്ക് മുകളിലായിരിക്കും. ഞായറാഴ്ചത്തെ കളക്ഷൻ കൊണ്ട് 800 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. ഞായറാഴ്ചത്തെ കണക്കുകൾ ഗംഭീരമായിട്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് എല്ലാം പറയുമ്പോൾ ഇന്നലത്തേക്കാളും ഭീകരമായിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ് ആദ്യ മണിക്കൂറുകളിൽ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് മുന്നായിട്ട് കാണുന്നത്. അതായത് ആ റേഞ്ചിലാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹയസ്റ്റ് സിംഗിൾ ഡേ കളക്ഷൻ ആയിരിക്കും ഇന്ന് വരാൻ പോകുന്ന. ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ആയിരിക്കും ഈ സിനിമയ്ക്ക് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. ഇന്നലെ വരെയുള്ള ഒക്യുപ്പൻസിയേക്കാൾ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് ഇന്ന് ലഭിക്കുന്ന ഓരോ കണക്കുകളും സൂചിപ്പിക്കുന്നത്. ഇന്നലെയും ഈവനിങ് ഭീകരമായിട്ടുള്ള കളക്ഷനാണ്. അതായത് മോർണിംഗ് ടൈമിനേക്കാൾ കൂടുതൽ ഉച്ചയ്ക്ക് ശേഷം, പ്രത്യേകിച്ച് വൈകുന്നേരവും നൈറ്റ് ഷോസും ഭീകരമായിട്ടുള്ള കളക്ഷൻ എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും പ്രതീക്ഷിക്കുകയാണ്. അതായത് ഒരു ചോദ്യവും കൂടെ, അതായത് ഞായറാഴ്ച സിനിമ 300 കോടിക്ക് മുകളിൽ കടക്കുമോ എന്നുള്ളത്. ഒരു കാര്യം കൂടെ ഇതിനോട് ഒപ്പം ചേർക്കുകയാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിലുള്ള കുറേ ചാനലുകാരും ട്രാക്കേഴ്സുമൊക്കെ സാധാരണക്കാരായിട്ടുള്ള കാണികളെയോ അല്ലെങ്കിൽ സിനിമ കാണാൻ പോകുന്നവരെ കുറിച്ചോ അല്ല പറയുന്നതെന്ന് എടുത്ത് പറയാം. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്.
ഇതിൻ്റെ ആദ്യ ദിനത്തെ കളക്ഷൻ 250 കോടിയോളമാണ്. 40 കോടിയോളം അത് ഈ പറഞ്ഞ പോലെ പ്രൊമോഷണൽ അല്ലെങ്കിൽ തള്ള് എന്ന് അവർ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ പറയുന്നവരുടെ ഒരു കാര്യത്തിൽ നമുക്ക് അവർ പലപ്പോഴും ഇപ്പോൾ പുഷ്പയാണെങ്കിലും അല്ലെങ്കിൽ ലക്കി ഭാസ്കർ വന്നപ്പോൾ 3 കോടി എക്സ്ട്രാ ഇട്ടു എന്നൊക്കെ പറഞ്ഞ് കരയുന്ന അങ്ങനെയുള്ള ട്രാക്കേഴ്സിനെ കാണാൻ കഴിഞ്ഞു. മമ്മൂട്ടിയുടെ ഒരു പടം ഇറങ്ങുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 70 കോടി മമ്മൂട്ടി ഇട്ട് കഴിഞ്ഞാൽ അത് 30 എത്തിയുള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ പറയുന്നു. അവർക്ക് മാത്രമാണ് ആ ഒരു വിഷമമുള്ളത്. ഇറങ്ങുന്നതിന് മുമ്പ് 100 കോടി നമുക്ക് ടിക്കറ്റ് സെയിലിലൂടെ അല്ലെങ്കിൽ പ്രീ ബുക്കിങ്ങിലൂടെ കിട്ടിയ സിനിമകളുടെ ആരാധകരാണ് അതിൽ പറയുന്നത്. എന്നിട്ട് നമ്മൾ കണ്ടു സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 100 രൂപയുടെ പോലും ടിക്കറ്റ് വിറ്റ് പോകാത്ത സിനിമയുള്ള രീതിയിലാണ്. അവർക്ക് അതിന് പ്രശ്നങ്ങളില്ല, അതെല്ലാം കറക്റ്റ് സ്കോറാണ്. അവരാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണക്കുകൾ വെളിവാക്കുന്നത്. പക്ഷേ ഒരു കാര്യം, പുഷ്പയുടെ മുമ്പിൽ കളിച്ചാൽ ഇത് ഇൻ്റർനാഷണൽ ലെവലാണ്, ചാരമാക്കി വിടും എന്നുള്ളത് മാത്രമാണ് അവരോട് പറയാനുള്ളത്. കാരണം പുഷ്പയുടെ അടുത്തൊന്നും മുട്ടാൻ പോയിട്ട് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു ഫാൻ ബേസും ഒക്കെ കാര്യം. എന്തായാലും കാത്തിരിക്കാം. പുഷ്പ ആ റേഞ്ചിൽ തന്നെയാണ് എത്തുന്നത്. ഈ ഇന്നത്തോടുകൂടി സിനിമ 800 കോടിക്ക് മുകളിലേക്ക് എത്തും. ആരൊക്കെയാണ് കട്ടയ്ക്ക് സപ്പോർട്ടുള്ളത്, ഇടിച്ച് കയറി വാ എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പിന്നീട് പുഷ്പ 2 നിങ്ങൾ എവിടെ വെച്ചിട്ടാണ് കണ്ടേക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മലയാളികളല്ല അല്ലെങ്കിൽ വിദേശത്തുള്ളവരാണെങ്കിൽ അവിടെ നിന്ന് ഒന്ന് പറയാം. ഇനി മറ്റൊരു അപ്ഡേറ്റ് കൂടി പറയാം. പുഷ്പ 2 ഈ ഒരു മണിക്കൂറിൽ വിറ്റ് പോയിരിക്കുന്ന ടിക്കറ്റിൻ്റെ ബുക്കിംഗ് ലാസ്റ്റ് 1 അവറിൽ 106.36K ആണ് എന്നുള്ളതാണ്. അതായത് തുടർച്ചയായി 4-ാം ദിവസവും സിനിമ 100K ടിക്കറ്റ് ബുക്കിങ്ങിന് മുകളിലേക്ക് പോകുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യ ദിനം ഇറങ്ങിയപ്പോൾ കത്തി എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഇതൊന്നും വിജയിക്കില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിലേക്ക് ഇതിട്ട് കൊടുക്കുമ്പോൾ ഇപ്പോൾ പുതിയ മറ്റൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. നിസാമിൽ നിന്ന് മാത്രമായിട്ട് 33.92 കോടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതായത് എവിടെയൊക്കെ ഇറങ്ങുന്നോ അവിടെയൊക്കെ സിനിമ ഭീകരമായിട്ടുള്ള കളക്ഷൻ തന്നെയാണ്. കേരളത്തിൽ മാത്രമാണ് സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി വന്നത്. എന്നിരുന്നാൽ പോലും കളക്ഷൻ്റെ കാര്യത്തിൽ കേരളത്തിലും മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത്. ആദ്യ ദിനം ഒഫീഷ്യലായിട്ട് അവർ പറയുന്ന, അല്ലെങ്കിൽ തെലുങ്കിൽ നിന്ന് വന്നിരിക്കുന്ന ഒഫീഷ്യൽ കളക്ഷൻ 6,10,00,000 രൂപയാണ്. ഇവിടെ പലരും 6,35,00,000 രൂപ എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് വെളിവാകാം. ടർബോ എന്ന സിനിമയുടെ കളക്ഷനെ കവർ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് ഒഫീഷ്യലായിട്ട് ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കളക്ഷൻ 6,10,00,000 രൂപയാണ് സിനിമയ്ക്ക് ആദ്യ ദിനം നേടിയത്. അവർ 2-ാം ദിവസം സിനിമയ്ക്ക് 2 കോടിയോളം എന്ന് പറഞ്ഞെടുത്ത് 2,50,00,000 കഴിഞ്ഞു എന്നത് ഒഫീഷ്യൽ കളക്ഷൻ വന്നിരിക്കുന്നു. അതേപോലെ 3-ാം ദിവസം 2,40,00,000 രൂപയ്ക്ക് മുകളിൽ എന്നുള്ളത് ഒഫീഷ്യൽ കളക്ഷൻ വന്നിരിക്കുകയാണ്. ആദ്യ ദിനം മാത്രം അവർ കയറ്റുകയും രണ്ടാമത്തെ ദിവസങ്ങളിൽ കളക്ഷൻ കുറച്ച് പറയുകയും ചെയ്യുന്നു. അപ്പം ലക്ഷ്യം ഒന്ന് തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്താണേലും 10 കോടിക്ക് മുകളിൽ 11 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ വരികയും ഇന്നത്തെ ദിവസത്തോടെ കേരള കളക്ഷൻ 13 കോടിയിലേക്ക് എത്തിപ്പെടും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അല്ലു അർജുൻ ഫാൻസ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻസ് ഇടുക. അല്ല അല്ലു അർജുൻ ഫാൻസ് അല്ല, സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയാം. ഇല്ലെങ്കിലും ഒന്ന് കമൻസിലൂടെ ഇടാം. ഗ്രേറ്റ് മീഡിയാസ്.